ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛന് തുല്യമാണ് അല്ലേ? കാരണം എനിക്ക് കൊച്ചിലെയൊക്കെ പനി വരുമ്പോൾ അവിടെ തൈക്കാട്ട് ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോണത് ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ വളരെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഞാൻ ചേട്ടൻ്റെ പുറകിലിരുന്ന് പാടിയതിൻ്റെ ഒരംശം മാത്രമാണ് ശാസ്ത്രീയ സംഗീതത്തിൽ എന്തെങ്കിലും എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത്രയേ ഉള്ളൂ. കാരണം 14 വർഷം ഞാൻ ചേട്ടൻ്റെ പുറകിൽ ആദ്യം തമ്പുരു ഇടാൻ വേണ്ടി ഒരു അവസരം തന്നു. അതിനുശേഷം ചേട്ടൻ പറഞ്ഞു, നീ സാപ്പാസ പിടിച്ചോളാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു കീർത്തനം പാടുമ്പം കുറച്ച് നീട്ടി പിടിക്കുമ്പോൾ നീയും കൂടെ നീട്ടിക്കും. അപ്പോൾ ചേട്ടന് കുറച്ച് സംഗതികൾ പാടി ആ സായിൽ വരാൻ സാധിക്കും. അങ്ങനെ ഒരു അപ്ഗ്രഡേഷൻ കിട്ടി. അതിനുശേഷം പിന്നെ തമ്പുരു വേറൊരാളുടെ കൊടുത്തിട്ട് എനിക്ക് കൂടിരുന്ന് പാടാനൊരു അവസരം കിട്ടി. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ്. 14-15 വർഷം ആ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസാണ് ഇന്നും എനിക്കൊരു വേദിയിൽ നിന്ന് പാടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു നന്മ. പിന്നെ ഞാൻ അക്കനെന്നാണ് വിളിക്കുന്നത്. അക്കൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടിരുന്ന് പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗുരു ചേർത്തല ഗോപാലൻ നായർ സാർ, അതുപോലെ എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. എന്തായാലും ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിൽ ഇവിടെ എൻ്റെ അക്കനും അതുപോലെ തന്നെ മോനുമായിട്ട് ഒരുപാട് ഓർമ്മകളാണ്. കാരണം മേടയിൽ വീട്ടിൽ ഞങ്ങളൊരു കൂട്ടുകുടുംബം എന്നുള്ളൊരു സങ്കല്പം ഇപ്പോൾ ഇല്ല. അന്നൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പം അവിടെ വരാത്ത ആരുമില്ല. കാരണം എൻ്റെ ചേട്ടൻ അവിടെ ഉള്ളപ്പോൾ, പത്മ ചേച്ചി ഉള്ളപ്പോൾ അവിടെ വന്നവർക്കറിയാം ഭക്ഷണം കഴിക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് കഴിച്ചിട്ട് എൻ്റെ അമ്മയായിട്ട് വെളിയിലിരുന്ന് സംസാരിച്ചൊരു മുറുക്കാനൊക്കെ മുറുക്കി അപ്പുറത്തെ അമ്പലത്തിൽ 2 അമ്പലമുണ്ട്, ശാസ്താംകോവിലും അമ്മൻകോവിലും, തൊഴുതിട്ട് പോകും. ഇതൊക്കെ തന്നതിൻ്റെ, ഈ ജ്ഞാനം ഞങ്ങൾക്ക് തന്നതിൻ്റെ അവകാശികൾ 2 പേരാണ്. ഒന്ന് മലബാർ ഗോപാലൻ നായർ, കമലാക്ഷി അമ്മ, 2 പേരും. അവരുടെ ഉദരത്തിൽ ജനിച്ചതിൻ്റെ ഒരു ജ്ഞാനമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം. അതിൽ ഞങ്ങളാരും അഹങ്കരിക്കുന്നില്ല, അതിൽ അഭിമാനിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ആ തലമുറയിൽ തന്നെ ഇദ്ദേഹത്തിനെ പാട്ടിന് കൊണ്ടുപോയതാണ്. പക്ഷേ ഓഡിയോ എൻജിനീയറിങ്ങിന് പോകണം എന്ന് പറഞ്ഞിട്ട് ഹി ഗോട്ട് നൗ 3 നാഷണൽ അവാർഡ്സ്. അതൊരു കയ്യിൽ പോയി ഒക്കെ അറിഞ്ഞില്ലല്ലേ? 3 നാഷണൽ അവാർഡാണ് കിട്ടിയത്. എനിക്ക് അത്രയും കിട്ടിയില്ല, പൊട്ടസാരമില്ല. എന്തായാലും അതുപോലെ പരമ്പരകൾ മുമ്പോട്ട് വരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ലക്ഷ്മി ചേച്ചിയുടെ മോള് അസാധ്യമായിട്ട് വീണ വായിക്കും, പാടുകയും ചെയ്യും. ചേച്ചിയുടെ മോൻ KS ഹരിശങ്കർ നന്നായിട്ട് പാടും. ഇപ്പം ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു ഗായകൻ കൂടി. ഇനി അങ്ങോട്ട് ഇതുപോലെ കമലാക്ഷിയമ്മേ മലബാർ ഗോപാലൻ നായർ തന്ന ജ്ഞാനം മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നവർക്കെല്ലാം ഒരുപാട് നന്ദി.